എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. അഹാന കൃഷ്ണ, കെ ഫാമിലിയിലെ അഹാന കൃഷ്ണ എല്ലാവരും അറിയുമായിരിക്കും അല്ലേ. ഇപ്പൊ അതേ പുതിയൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ട്. കെ ഫാമിലിക്കാരെ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അത് 4 മക്കളുണ്ട്, സിന്ധു കൃഷ്ണയുണ്ട്, കൃഷ്ണകുമാറുണ്ട്. ഇവരെല്ലാവരും എപ്പോഴും ഇങ്ങനെ കോൺട്രവേഴ്സികളിൽ കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ അതേ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അഹാന കൃഷ്ണയും അതിന്റെ ഇളയതും തോന്നുന്നുണ്ട്. ഇപ്പൊ അതേ അഹാന കൃഷ്ണ ഒരു സാരിയുടെ പ്രശ്നത്തിൽ ഒരു വിവാദമായിട്ട് വന്നിട്ടുണ്ട്. അഹാന കൃഷ്ണ കുറച്ച് നാൾ മുന്നേ അവരുടെ അമ്മൂമ്മയുടെ പ്രശ്നമായിട്ടൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പൊ ഒരു സാരിയുടെ പ്രശ്നത്തിൽ ഈ സെലിബ്രിറ്റീസ് സാരി ബിസിനസ് ആയാലും ജ്വല്ലറി ബിസിനസ് ആയാലും എന്തായാലും ചെയ്യുമ്പോൾ ചില സെലിബ്രിറ്റീസ് അവർ സെലിബ്രിറ്റീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഷൂട്ടിംഗ്, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഷൂട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനൊക്കെ നല്ല പൈസ അവർ മുടക്കുമായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് അവർ വിൽക്കുന്ന സാധനത്തിന് കൊള്ള ലാഭം എടുക്കും. അതായത് ഒരു സെലിബ്രിറ്റിയുടെ ഒരു പേജിൽ ഒരു സാധനത്തിന്റെ വില 5000 രൂപയാണോ എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ ഒരാളുടെ പേജിൽ ആ സാധനത്തിന്റെ വില 1000 രൂപയായിരിക്കും. 4000 രൂപയായിരിക്കും ഈ സെലിബ്രിറ്റീസ് ലാഭം എടുക്കുന്നത്. കൊള്ള ലാഭം അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, അവർ സെലിബ്രിറ്റീസ് അല്ലേ. അപ്പൊ ആ സെലിബ്രിറ്റി എന്നുള്ള അതിന്റെ മൂല്യം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് അവർ ഷൂട്ട് ചെയ്യാനായിട്ട് അവർ പ്രൊഫഷണൽ ക്യാമറാമാനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്, അതിനെല്ലാത്തിനും അവർക്ക് നല്ല പൈസയാവും. അപ്പൊ ആ ഒരു ലാഭം കൂടെ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നും, അതായത് അവരുടെ പ്രോഡക്റ്റ് മേടിക്കുന്നവരിൽ നിന്നും അവർ ഈടാക്കും. സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് സാധാരണ രീതിയിലൊക്കെ ആയിരിക്കും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത്. ഞാനും ഒരു ചെറിയ രീതിയിൽ തുണി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ സ്വന്തമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കപ്പോൾ അങ്ങനെയുള്ള ലാഭം എടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഞാൻ വിൽക്കുന്ന സാധനത്തിന് വളരെ തുച്ഛമായ ലാഭം എടുത്തിട്ടായിരിക്കും വിൽക്കുന്നത്. പക്ഷേ ഈ സെലിബ്രിറ്റീസ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മൂല്യം, അവരുപയോഗിക്കുന്ന സാധനങ്ങളുടെ മൂല്യം, ഇതെല്ലാം ഈ പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റിൽ നിന്നും അവർ ഈടാക്കും. ഈ കാണുന്നതിൽ ആര്യ ഭട്ട് എടുത്തേക്കുന്ന സാരിയും അഹാന കൃഷ്ണ എടുത്തേക്കുന്ന സാരിയും ഒന്ന് തന്നെയാണ്. സെയിം തുണി, സെയിം ക്വാളിറ്റി, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ആര്യ ഭട്ടിന്റെ സ്റ്റോറിൽ ഇതിന്റെ വില 9500 രൂപ. പക്ഷേ അഹാന കൃഷ്ണയുടെ സ്റ്റോറിൽ ഇതിന്റെ വില 14999 രൂപ. എങ്ങനെ ഇരിക്കുന്നത്? പക്ഷെ ആര്യഭട്ട് അത്യാവശ്യം സെലിബ്രിറ്റി തന്നെയാണ്. എന്നാലും അത് കണക്കല്ലല്ലോ അഹാന കൃഷ്ണ. അഹാന കൃഷ്ണ ഫിലിം ആർട്ടിസ്റ്റ് അല്ലേ? പിന്നെ അഹാന കൃഷ്ണയുടെ വീട്ടുകാർ മൊത്തം സെലിബ്രിറ്റീസ് അല്ലേ? അച്ഛൻ, അമ്മ, സഹോദരിമാർ എല്ലാവരും സെലിബ്രിറ്റീസ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഇത് വേണ്ടേ? പിന്നെ ആര്യഭട്ട് ആ സാരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ? പക്ഷേ അഹാന കൃഷ്ണ കുറച്ച് സ്റ്റൈലിലൊക്കെ അല്ലേ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പൈസയും കൂടെ ഈ മേടിക്കുന്നവർ കൊടുക്കണം. എങ്ങനെ ഇരിക്കുന്നത്? ഇതൊന്നുമല്ല, ഇപ്പൊ ഓണത്തിന് ഒരു സാരിയായിട്ട് വന്നിട്ടുണ്ട്. രുക്മിണി എന്ന് പറയുന്ന ഒരു സാരിയായിട്ട് വന്നിട്ടുണ്ട്. സാരിയുടെ ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് പൈസ മുടക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതും ഒരു പ്രൊഫഷണലായ ഒരു ഫോട്ടോഗ്രാഫറാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സാരി കണ്ടല്ലോ. ഈ സാരി തന്നെ സെയിം സാരി മറ്റൊരു പേജിൽ, അതായത് പണക്കാരിയായ ഒരാളുടെ പേജിൽ സെയിം സാരി ഉണ്ട്. ഇതാണ്. പക്ഷെ ഈ സാരി ഇതിനകത്ത് ആ സാരിയും കാട്ടിയും ഈ സാരിയുടെ, അതായത് ഈ സാധാരണക്കാരിയുടെ പേജിലെ സാരി കുറച്ചൊന്ന് ഡള്ളായിട്ട് കാണുന്നു. അത് സാരിയുടെ കുഴപ്പമല്ല, സാരി രണ്ടും ഒന്ന് തന്നെയാണ്. അഹാന കൃഷ്ണയുടെ ഫോട്ടോഷൂട്ടിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടല്ലേ ചെയ്തത്. അപ്പൊ ലൈറ്റിങ്ങും ക്യാമറയും അതും ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം ആ സാരിയിലുണ്ട്. ബാക്കി ആ സാരിയും ഈ സാരിയും പ്രിന്റ് ആയാലും അതിന്റെ ഡിസൈൻസ് ആയാലും തുണി ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. വില അറിയണ്ടേ? അതായത് ഈ സാധാരണക്കാരിയായ അവരുടെ പേജിലെ വില 4200 രൂപയാണ്. അവർ സാധാരണക്കാരിയല്ലേ? പക്ഷേ നമ്മുടെ അഹാന കൃഷ്ണയുടെ ഇതിലെ വില 7499 രൂപ. അവരൊരു പേര് ഇട്ടിട്ടുണ്ട്, രുക്മിണിയെന്ന്. മറ്റൊരു പേരൊന്നും ഇട്ടിട്ടില്ല, മറ്റൊരു സാധാരണയായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോ എങ്ങനെ ഇരിക്കുന്നത്? വലിയ വ്യത്യാസമൊന്നും, സംതിങ് രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ അഹാന കൃഷ്ണ കൊള്ള ലാഭമല്ലേ എടുക്കുന്നത്. അപ്പൊ ആ സാരിയുടെ ലാഭവും കൂടെ ചേർന്നിട്ടായിരിക്കും മറ്റൊരു ആ സാരി വിൽക്കുന്നത്. അപ്പൊ എത്ര രൂപ ഈ അഹാന കൃഷ്ണ ലാഭം എടുക്കുന്നുണ്ടാവും? കാരണം എന്താ? അഹാന കൃഷ്ണയുടെ സ്റ്റൈല്, അഹാന കൃഷ്ണ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, അവർ നന്നായിട്ട് പൈസ മുടക്കിയിട്ടാണ് ഫോട്ടോഷൂട്ട് എടുത്തേക്കുന്നത്. ആ പൈസയെല്ലാം ഈ പ്രോഡക്റ്റ്, അതായത് ഈ സാരി മേടിക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർ വസൂലാക്കും. പിന്നെ അഹാന കൃഷ്ണ സെലിബ്രിറ്റി അല്ലേ, അതിന്റെ ഒരു മൂല്യം വേണ്ടേ? എന്തിനാണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്തിനാണ് ഇവരുടെയൊക്കെ ഇത് കുഴിയിൽ ചെന്ന് വീഴുന്നത്? നമുക്ക് സാരിയല്ലേ കിട്ടൂ, അല്ലാതെ അഹാന കൃഷ്ണ വന്ന് നമ്മുടെ വീട്ടിലൊന്നും കൊണ്ട് തരത്തില്ലല്ലോ. അഹാന കൃഷ്ണയും ആ സാരി നമുക്ക് കൊറിയർ അയക്കും. ഈ സാധാരണക്കാരായിട്ടുള്ള അവർ നമുക്ക് സാരി കൊറിയർ അയക്കും. അപ്പൊ ഇത്രയും പൈസ കൊടുത്ത് അഹാന കൃഷ്ണയുടെ പേജിൽ നിന്നും ആ സാരി മേടിക്കാനായിട്ട് അഹാന കൃഷ്ണ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തൊന്നുമില്ലല്ലോ. അവരും കൊറിയർ അയക്കത്തില്ലുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ആ സാരിയല്ലേ കിട്ടും, നമുക്ക് ആ സാരിയല്ലേ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ആ സാരിയുടെ വില കൊടുത്താൽ പോരെ? എന്തിനാണ് ഈ അഹാന കൃഷ്ണയുടെ സെലിബ്രിറ്റി മൂല്യവും പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോഷൂട്ടിനായാലും അവർ മറ്റുള്ള കാര്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ പൈസ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതിപ്പോ ഭയങ്കര കോൺട്രവേഴ്സി ആയിരിക്കുവാണ്. അതേ കണക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ സിമ്പിളായിട്ട് ആ സാരിയെക്കുറിച്ച് എന്ത് മെറ്റീരിയലാണ്, എന്താണ് അതിന്റെ ഡിസൈൻ, ഇത്ര എഴുതിയിട്ടുള്ളൂ. പക്ഷേ അഹാന കൃഷ്ണയുടെ ഡിസ്ക്രിപ്ഷനിൽ വരുമ്പോൾ ആദ്യത്തെ ലൈൻ സെയിം തന്നെയാണ്. പിന്നീട് വരുന്നത് അവർ കുറച്ചങ്ങ് എഴുതി ചേർത്തു. വില കൂടുമ്പോൾ ബാക്കി എല്ലാം അതിനൊക്കെ കൂടണ്ടേ? പക്ഷെ സാരി രണ്ടും ഒന്നാണ്.
ഇത് ഇപ്പം വേറെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ പേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സാധനം ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുന്നതാണേ ഓരോന്നൊക്കെ. അപ്പം ഞാൻ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേനും ഒരു സാധനം ഇടുമ്പോൾ അതിന്റെ വിലയും വേറെ ഏതെങ്കിലും പേജിൽ ആ ഒരു സെയിം സാധനം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയും തമ്മിൽ കമ്പാരിസൺ ചെയ്യും. പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. നമ്മൾ റേറ്റിംഗും റിവ്യൂസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റിയും കൂടെ കുറച്ച് മനസ്സിലാവും. അപ്പം അതും കൂടെ ചെക്ക് ചെയ്തിട്ട് എവിടെയാണോ വില കുറവ്, നല്ല ക്വാളിറ്റിയിലെ സാധനം എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് മേടിക്കും. അതല്ലേ ശരി? ഈ സെലിബ്രിറ്റീസ് ആയവർക്ക് കൊള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊണ്ട് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. അത് ഇങ്ങനെയുള്ള ഇവർക്ക് കൊണ്ട് കൊടുക്കണം. അവരുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പൊ എന്തായാലും അഹാന കൃഷ്ണ ചെയ്യുന്നത് ശരിയാണോ? അവരെന്തിനാണ് ഈ മനുഷ്യരെ ഇങ്ങനെ പിഴിയുന്നത്? സാരിയുടെ വില അവർക്ക് എടുത്താൽ പോരെ? എന്തിനാണ് ഈ ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? അവർക്ക് പിന്നെ ഇതേ ഉള്ളു പണി. മറ്റേ അവരുടെ അനിയത്തി ഉണ്ടല്ലോ, ഓസി ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട്, അവിടെ ഇത് തന്നെ ആയിരിക്കും സെയിം നടക്കുന്നത്. പക്ഷെ അവരുടെയും ഡിസൈനൊക്കെ കുറച്ച് നല്ലതാ. അവരുടെയും പ്രശ്നങ്ങളായിട്ടുണ്ട്. അവരും ഭയങ്കര വിലയും, അവരുടെയും ഭയങ്കര വിലയാ. ജ്വല്ലറിക്കൊക്കെ ഭയങ്കര വിലയാ. സാധാരണക്കാരെ ആൾക്കാരെ കൊണ്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വിലയാ. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഡയമണ്ട് കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു. അതൊന്നും ആരും നമ്മളെ കൊണ്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിലയാണ്. പക്ഷെ അവരുടെയും ഈ ജ്വല്ലറിയുടെ കാര്യത്തിലും ഇതേ കണക്ക് ഒരു കോൺട്രവേഴ്സി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ സമയത്ത് കൊടുത്തിട്ടില്ല, അവർ കാണിച്ച സാധനം അല്ല കൊടുത്തത്, അവരും ഭയങ്കര പൈസ മേടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരുടെയും ഒരു പ്രശ്നം ഇടയ്ക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നത്? അവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരല്ലേ, അപ്പൊ പിന്നെ അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ സെയിം പ്രോഡക്റ്റ് വേറെ 2-3 സൈറ്റിൽ അല്ലെങ്കിൽ വേറെ 2-3 ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെയും ഇപ്പോൾ ഓൺലൈൻ പേജസ് ആയാലും വലിയ സൈറ്റുകളായാലും ഒക്കെ ഉണ്ടല്ലോ തുണിത്തരങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക. വിലയും ക്വാളിറ്റിയും ഒക്കെ കമ്പാരിസൺ ചെയ്ത് നോക്കിയിട്ട് വില കുറഞ്ഞതും നല്ല ക്വാളിറ്റി ഉള്ളതും എവിടെയാണോ അവിടുന്ന് മേടിക്കുക. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത്? വലിയ പ്രശ്നമായിരിക്കും ഇപ്പം ഇത്. അവർക്കതാണ് വേണ്ടുന്നത്. അവർക്ക് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ. അതും വിവാദങ്ങളായി, നെഗറ്റീവായാലും കുഴപ്പമില്ല, പോസിറ്റീവായാലും കുഴപ്പമില്ല. ഇതിപ്പം നമ്മളൊക്കെ അവരെ നമ്മളെന്നല്ല ആരെങ്കിലും ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അവരുടെ നിന്ന് മേടിക്കുന്നവർ അവരുടെ നിന്ന് തന്നെ മേടിക്കും. എത്ര രൂപയായാലും അവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കത്തുള്ളൂ. അത് വേറൊരു സത്യമാണ്.